ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്കിന് ഇനിയൊരു എതിരാളി ഉണ്ടാകുമോ? സാറ്റലൈറ്റ് ഇന്റർനെറ്റ് രംഗത്തെ മസ്കിന്റെ ഏകാധിപത്യം അവസാനിപ്പിക്കാൻ ജെഫ് ബെസോസ് നേരിട്ട് കളത്തിലിറങ്ങുകയാണ്. ലോകത്തെ ഞെട്ടിക്കുന്ന വേഗതയുമായി ടെറാ വേവ് എന്ന വമ്പൻ പദ്ധതിയുമായി ബ്ലൂ ഒറിജിൻ എത്തുന്നു. ജെഫ് ബെസോസിന്റെ ബ്ലൂ ഒറിജിൻ എന്ന കമ്പനി എത്തുന്നു. എന്താണ് മസ്കിനെ വെല്ലുവിളിക്കാൻ ബെസോസ് കരുതി വച്ചിരിക്കുന്നത്? നോക്കാം. ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസിന്റെ ബഹിരാകാശ കമ്പനിയായിട്ടുള്ള ബ്ലൂ ഒറിജിൻ ആണ് ടെറാ വേവ് എന്ന വിപ്ലവകരമായിട്ടുള്ള പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഭൂമിക്ക് മുകളിലായി 5408 ഉപഗ്രഹങ്ങൾ വിന്യസിച്ച് ലോകമെമ്പാടും അതിവേഗ ഇന്റർനെറ്റ് എത്തിക്കുകയാണ് ലക്ഷ്യം. 2027 അവസാനത്തോടെ ആരംഭിക്കുന്ന ഈ പദ്ധതിയിലൂടെ സെക്കൻഡിൽ 6 ടെറാബിറ്റ് വരെ ഡാറ്റ വേഗത നൽകാൻ കഴിയുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. 6 TB. സാധാരണ വീടുകളിലെ ഉപയോഗത്തെക്കാൾ ഉപരിയായി വൻകിട കമ്പനികൾ, ഡാറ്റാ സെന്ററുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവയാണ് ടെറാവേവ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. നിലവിൽ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് രംഗത്ത് ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്കിന് തന്നെയാണ് പൂർണ്ണ ആധിപത്യം. 9000-ലധികം ഉപഗ്രഹങ്ങളും 90 ലക്ഷത്തോളം വരിക്കാരുമായി സ്റ്റാർലിങ്ക് ബഹുദൂരം മുന്നിലാണ്. എന്നാൽ ഈ കുത്തക തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബെസോസ് എത്തുന്നത്. ആമസോണിന്റെ തന്നെ പ്രൊജക്ട് കൈപ്പർ, പിന്നെ ലിയോ എന്ന പേരിൽ മറ്റൊരു സാറ്റലൈറ്റ് പദ്ധതിയും അണിയറയിൽ നടക്കുന്നുണ്ട്. ഇതിന് പുറമെയാണ് ബ്ലൂ ഒറിജിൻ വഴി നേരിട്ടുള്ള ഈ ഒരു നീക്കം. ഇതൊരു വെറും ബിസിനസ് മത്സരമല്ല, മറിച്ച് 2 ശതകോടീശ്വരന്മാർ തമ്മിലുള്ള സാങ്കേതിക യുദ്ധം കൂടിയാണ്. സ്റ്റാർലിങ്ക് സാധാരണക്കാരിലേക്ക് എളുപ്പത്തിൽ ഇന്റർനെറ്റ് എത്തിക്കുമ്പോൾ ടെറാവേവ് ലക്ഷ്യമിടുന്നത് അതിവേഗ ഡാറ്റ കൈമാറ്റം ആവശ്യമുള്ള കോർപ്പറേറ്റ് ലോകത്തെയാണ്. 100 മൈൽ മുതൽ 21,000 മൈൽ വരെ ഉയരത്തിലുള്ള വ്യത്യസ്ത ഭ്രമണപഥങ്ങളിൽ ഉപഗ്രഹങ്ങൾ വിന്യസിക്കുന്നതിലൂടെ തടസ്സമില്ലാത്ത കണക്ടിവിറ്റി ഉറപ്പാക്കാൻ ബെസോസിന് കഴിയുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ചുരുക്കത്തിൽ ബഹിരാകാശത്തെ ഇന്റർനെറ്റ് വിപണി പിടിച്ചടക്കാൻ വാശിയേറിയ പോരാട്ടമാണ് വരാനിരിക്കുന്നത്. മസ്കിന്റെ വേഗതയെ മറികടക്കാൻ ബെസോസിന്റെ ടെറാവേവിന് കഴിയുമോ, അതോ ഈ മത്സരത്തിൽ സ്റ്റാർലിങ്ക് തന്നെ രാജാവായി തുടരുമോ? അതറിയാൻ 2027 വരെ കാത്തിരിക്കേണ്ടി വരും. ന്യൂസ് ഡെസ്ക് മലയാളം.